പുതിയ സെഗ്മെന്റ് ഉണ്ട്. ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നത് ആരാണെന്ന് നോക്കാം. ഈ വാഹനത്തിന് പിന്നാലെ ഒരു കൗതുകം, ഒരു മണ്ഡലം, സ്റ്റാർ മണ്ഡലമാണ്. അവിടെ സ്ഥാനാർത്ഥികൾ, പ്രധാനപ്പെട്ട 2 സ്ഥാനാർത്ഥികൾ വന്നു, ഒരാൾ ഇനി വരാനുണ്ട്. പക്ഷേ ആ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ ഉള്ളു ഇപ്പോൾ, മറ്റേ സ്ഥാനാർത്ഥി അവിടെ ഇല്ല. സ്ഥലം വിട്ടാൽ അവിടെ എത്തിയിട്ടില്ല. ഊഹിക്കാൻ പോയതാണെന്ന്. എന്റെ പിന്നെ അത് ഏത് സ്ഥാനാർത്ഥി? അതാണ് വയനാട്. വയനാട്ടിലെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ബിജെപി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. വിജയകുമാർ വിചാരിക്കേണ്ട രാഹുൽ ഗാന്ധി അവിടെ ഇറങ്ങും, പക്ഷേ അവിടെ എത്തിയിട്ടില്ല. അപ്പോ ആ മണ്ഡലത്തിലെ കഥയാണ് ഈ വാഹനത്തിന് പിന്നാലെ വരുന്നത്. ഈ വാഹനത്തിന് പിന്നാലെ മറ്റിടങ്ങളെ പോലെ പകൽ ചൂട് പൊള്ളിക്കുന്നുണ്ട് വയനാടിനെ. പക്ഷേ തെരഞ്ഞെടുപ്പ് ചൂട് അത്രയായിട്ടില്ല. രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും നേരിട്ട് എത്താത്തത് പ്രചാരണത്തെ ബാധിക്കുന്നുണ്ട്. എങ്കിലും തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ പൂർത്തിയാക്കി UDF ഏറെ ആത്മവിശ്വാസത്തിലാണ്. ഡൽഹിയിൽ ഒന്നിച്ചു നിൽക്കേണ്ട ഇന്ത്യ മുന്നണി, അതിലെ 2 അമരക്കാർ പരസ്പരം പോരടിക്കുന്നു എന്ന വയനാടൻ കാഴ്ചയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ സവിശേഷമാക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നെങ്കിലും രാഹുൽ എന്നു മണ്ഡലത്തിലെത്തുമെന്ന് അറിയില്ല. കൺവെൻഷനുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് UDFന്. LDF സ്ഥാനാർത്ഥി ആനി രാജ ഒറ്റയാൾ പോരാളിയുടെ ഊർജത്തിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാ പഞ്ചായത്തിലും സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം ഉണ്ടായിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണം 3ാം ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. എതിരാളി ശക്തനെങ്കിലും ഈസി വാക്ക് ഓവർ നൽകാൻ ഒരുക്കമല്ല ഇടതുമുന്നണി. വയനാട് ഒരു ബാലികേറാമലയല്ല എന്നും LDF വിലയിരുത്തുന്നു. നേരത്തെ തന്നെ കൺവെൻഷനുകൾ പൂർത്തിയാക്കി. ഇതൊക്കെ തീരുമാനിക്കേണ്ടത് അതത് മണ്ഡലങ്ങളിലെ ജനങ്ങളാണ്. എനിക്ക് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ കഴിഞ്ഞ 5-6 ദിവസം ഇവരുമായുള്ള ഇടപഴകിയപ്പോൾ എനിക്ക് ലഭിച്ച, ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ഒരു മന്ദസ്മിതത്തിൽ നിന്നും എനിക്ക് ലഭിച്ച ഊർജ്ജമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് ലഭിക്കുന്ന സന്ദേശമെന്ന് പറയുന്നത്, അവരൊക്കെ സന്തോഷവാന്മാരും സന്തോഷവതികളുമാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഈ മണ്ഡലത്തിലെ ഇത് അവരുടെ ഒരു അവകാശമാണ്. അവരുടെ പ്രതിനിധിയായി ആരെ വേണമെന്നുള്ളത് അത് അവരുടെ, അതല്ലാതെ ഇത് ആരുടെയെങ്കിലും ബാലികേറാമലയെന്ന് അങ്ങനെയൊന്നും പറയും. ജനാധിപത്യത്തിൽ അങ്ങനെയൊന്നും പറയുന്നതിൽ ഒരു വലിയ കാര്യമില്ല. BDJS-ൽ നിന്ന് BJP സീറ്റ് ഇക്കുറി ഏറ്റെടുത്തിട്ടുണ്ട്. സന്ദീപ് വാര്യരുടെയും TK ജാനുവിന്റെയും വരെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നു. വയനാട് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എത്താൻ ഏതാനും ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും ലൈനപ്പില്ലാതെ എന്ത് തെരഞ്ഞെടുപ്പ് ആവേശം. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. വിജയകുമാർ ഇങ്ങോട്ട് നോക്കി. മേക്കപ്പിന്റെ കാര്യമല്ലേ? മീര മിൽട്ടൺ പറയുന്നു ഇന്ന് വിജയകുമാറിന് മേക്കപ്പ് ഇത്തിരി കൂടിപ്പോയി. മേക്കപ്പ് മുങ്ങിയോ? കൂടിപ്പോയെന്നാണോ പറഞ്ഞല്ലേ? ഇന്ന് ഒരു അറേഞ്ച് കാരൻ കൂടിപ്പോയി. മീര മിൽട്ടൺ നമുക്ക് അടിച്ചു മാറ്റാം, അടച്ചു മാറ്റാം.